1975 ഒരു പ്രവൃത്തി ദിവസമാണ് സുപ്രീം കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഹേബിയസ് കോർപ്പസ് കേസിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ബെഞ്ചിലിരുന്ന ജസ്റ്റിസ് ഖന്ന അറ്റോർണി ജനറൽ ആയിരുന്ന നീരൻ ഡേയോട് ചോദിച്ചു, മിസ്റ്റർ ഡേ, നിങ്ങൾ പറയുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു പൗരനും മൗലികാവകാശങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന്. അങ്ങനെ വരുമ്പോൾ മൗലികാവകാശങ്ങളുടെ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്തു എന്ന കാരണം കൊണ്ട് ഒരു പൗരനും ഒരു കോടതിയെയും സമീപിക്കാനും കഴിയുകയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഗവൺമെന്റ് ഓർഡറിന്റെയും പിന്തുണയില്ലാതെ ഒരു സാധാരണ പോലീസുകാരൻ സ്റ്റേറ്റിന്റെ ആക്ഷൻ അല്ല, മറിച്ച് അയാളുടെ സ്വന്തം വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്താൽ എന്ത് പ്രതിവിധിയാണ് ഇന്ത്യയിലെ പൗരന്മാർക്ക് മുമ്പിൽ ബാക്കിയാവുന്നത്? ഈ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി അറ്റോർണി ജനറൽ ആയിരുന്ന നീരൻ ഡേ എഴുന്നേറ്റു. ഔപചാരികമായി കോടതിയെ വണങ്ങിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു പ്രതിവിധിയുമില്ല. അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു പ്രതിവിധിയുമില്ല. ജസ്റ്റിസ് ഖന്നയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നീരൻ ഡേ ഇങ്ങനെ കൂട്ടിച്ചേർത്തു അത്രേ, ഇറ്റ് ഹേർട്സ് മൈ കോൺഷ്യൻസ്, ഇറ്റ് മേ ഹേർട്ട് യുവേഴ്സ്, ബട്ട് ദർ ഇസ് നോ റെമഡി മിലോഡ്. വെൽക്കം ടു ക്യുആ ലെക്സ് തുവ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഹേബിയസ് കോർപ്പസ് കേസ്. ഈ കേസിന്റെ പേര് ഹേബിയസ് കോർപ്പസ് കേസ് എന്നായത് എന്തുകൊണ്ടാണ് എന്ന്. ഈ കേസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിയമത്തെക്കുറിച്ചോ അതിൽ നിയമപരമായ വസ്തുതകളെ കുറിച്ചോ മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ല. ഈ കേസ് നിലനിന്ന സാഹചര്യം അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വേറിട്ട ഒന്നല്ല. കേസിന്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഹേബിയസ് കോർപ്പസ് കേസ് അഥവാ ശിവകാന്ത് ശുക്ല വേഴ്സസ് ADM ജബൽപൂർ. ഇനി ഈ കേസ് എങ്ങനെ, എന്ന്, എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ പറയാം. ഈ കേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, പറയുന്നതിന് മുമ്പേ പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം, അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് പോകാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹേബിയസ് കോർപ്പസ് എന്ന ഒരു റിട്ട് പെറ്റീഷൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും പ്രസിദ്ധമായ ഒരു റിട്ട് പെറ്റീഷനുകളുടെ ഒരു മാല തന്നെ ഉണ്ടായി. അതിന്റെ കാരണം എന്താണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, ജൂൺ 25, 1975 ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ദിവസമായിരുന്നു. അന്ന് രാത്രിയാണ് ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തത്. ഇനി അടിയന്തരാവസ്ഥ ആവശ്യമുണ്ടായിരുന്നുവോ ആവശ്യമില്ലായിരുന്നുവോ എന്ന രാഷ്ട്രീയ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുകയല്ല ഇന്ന് എന്റെ ഉദ്ദേശം. മറിച്ച് അടിയന്തരാവസ്ഥയെ തുടർന്ന് സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ എന്നതുപോലെ തന്നെ ഇന്ത്യയുടെ നിയമരംഗത്തും ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക മാത്രമാണ്. ഓക്കെ, അപ്പൊ 1975 ജൂൺ 25 രാത്രി ക്യാബിനറ്റിന്റെ അപ്രൂവൽ കൂടാതെ, അതായത് പാർലമെന്റ് സമ്മേളിക്കാത്ത ഒരു സമയത്ത് ക്യാബിനറ്റിന്റെ അപ്രൂവൽ ലഭിക്കുന്നതിന് മുമ്പാണത്രേ ഇങ്ങനെയൊരു ഉത്തരവിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്. അതിനെക്കുറിച്ച്, അടിയന്തരാവസ്ഥയെ കുറിച്ച് പഠിച്ച പലരും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതിയ പലരും, എന്തിനാ അടിയന്തരാവസ്ഥയെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയ ഷാ കമ്മീഷൻ തന്നെ പറയുന്നു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ക്യാബിനറ്റിന്റെ അപ്രൂവൽ അതിന് കിട്ടിയത് എന്ന്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, അടിയന്തരാവസ്ഥയെ തുടർന്ന് നടന്ന സംഭവങ്ങളാണ്.
അന്ന് എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിക്കുന്നതിനോടൊപ്പം തന്നെ 676 പേരുടെ ഒരു ലിസ്റ്റും തയ്യാറാക്കി പ്രധാനമന്ത്രി അപ്രൂവ് ചെയ്യുകയുണ്ടായി. ഈ 676 പേരെയും ഉടനടി ഡീറ്റെയിൻ ചെയ്യണം, അതായത് അറസ്റ്റ് ചെയ്തു മാറ്റണം എന്നാണ് ആ ഉത്തരവ്. എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും ആളുകളെ ഒന്നിച്ച് അറസ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രതിപക്ഷ പാർട്ടികളിലെ പ്രവർത്തകർ എന്ന് മാത്രമല്ല, എന്തെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് ഇന്ദിരാഗാന്ധിയെ എതിർത്ത് സംസാരിച്ചിട്ടുള്ള ആരും ഈ ലിസ്റ്റിൽപ്പെട്ട 676 പേരിൽ ഉണ്ടായിരുന്നു അത്രേ. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി അപ്രൂവ് ചെയ്ത ആ ലിസ്റ്റിൽ പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് മിസ, മെയിന്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റീസ് ആക്ട്, വളരെ കുപ്രസിദ്ധമാണ് ആ ആക്ട്. അത് പ്രകാരമാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോ ഇങ്ങനെ ഒരു നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു എന്ന ഓർഡർ സത്യത്തിൽ പത്രങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് അന്ന് രാത്രി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നിർബന്ധിത പവർ കട്ടും ഉണ്ടായിരുന്നു. അതായത് പല പത്രങ്ങൾക്കും അവരുടെ പതിപ്പുകൾ ഇറക്കാൻ തന്നെ സാധിച്ചില്ല. അത് മനഃപൂർവ്വം ചെയ്തതുമായിരുന്നു. എന്തായാലും പത്രങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ വളരെ കുറവായിരുന്നു. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല അന്ന്. ആളുകൾ സംഭവം അറിയുന്നതിന് മുമ്പ് തന്നെ ഇത്രയും അറസ്റ്റുകൾ നടന്നു കഴിഞ്ഞു അത്രേ. എന്ന് മാത്രമല്ല, ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നോ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നോ ഇവരോട് ആരോടും പറഞ്ഞിരുന്നുമില്ല. സത്യത്തിൽ മിസ എന്നത് വളരെ ഒരു ഭീകരമായിട്ടുള്ള ഒരു നിയമമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിലുമുണ്ട് പ്രൊവിഷൻസ്. അതായത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുന്ന ആളോട് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുകയും അയാളുടെ നെക്സ്റ്റ് ഓഫ് ഫ്രണ്ടിനോട് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം പറയുകയും വേണം. മിനിമം നാച്ചുറൽ ജസ്റ്റിസ് ഉള്ള ഒരു നിയമം തന്നെയായിരുന്നു അത്. എന്നാൽ അടിയന്തരാവസ്ഥയെ തുടർന്ന് നടന്ന അറസ്റ്റുകളിലൊന്നും ഈ നിയമങ്ങൾ പാലിക്കപ്പെട്ടതേയില്ല. എന്ന് മാത്രമല്ല, എമർജൻസി നിലനിന്ന് ഇന്ത്യയിൽ നാഷണൽ എമർജൻസി ഉണ്ടായിരുന്ന ആ കാലയളവിൽ പിന്നീട് കണക്കുകൾ പറയുന്നത്, ഈ കാര്യത്തിൽ വളരെ കൃത്യമായ കണക്കുകൾ പറയുന്ന ഒരു പുസ്തകമാണ് വർക്കിംഗ് എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ്. ഗ്രാൻവില്ലി ഓസ്റ്റിൻ എഴുതിയ വളരെ അത്ഭുതമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് അത്. എല്ലാവരും വായിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. എന്തായാലും അതിൽ അദ്ദേഹം പേഴ്സണലി പലരെയും ഇന്റർവ്യൂ ചെയ്തിട്ടും ഒക്കെയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ കാലയളവിൽ 1,10,000 ആളുകളെങ്കിലും മിസ പ്രകാരം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഫൻസ് റൂൾ പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ. ഇങ്ങനെ അറസ്റ്റ് ചെയ്തതിൽ ഏതാണ്ട് ഒരു 35,000 ആളുകൾക്ക് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അതായത് പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ കണക്ഷൻസ് തന്നെ വഴിയിലൂടെ പോകുന്ന ഏതെങ്കിലും ഒരു ജാഥയിൽ പങ്കെടുത്തു എന്നൊക്കെ അല്ലാതെ കൃത്യമായ രാഷ്ട്രീയം ഉള്ളവരൊന്നും ആയിരുന്നില്ല അവരിൽ പലരും. ഇനി ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം അധികവും വിദ്യാർത്ഥികളായിരുന്നു. അവർക്കൊന്നും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഉറച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, സാധാരണക്കാരായ ആളുകൾ പലരെയും അറസ്റ്റ് ചെയ്തത് അവർ സ്വന്തം വീട്ടിൽ, പൊതുറാലികളിലല്ല, ഒരു പൊതുസ്ഥലത്തല്ല, സ്വന്തം വീട്ടിലിരുന്ന് എമർജൻസിയെ എതിർത്ത് സംസാരിച്ചു എന്ന കാരണം കാണിച്ചാണത്രേ. അത്തരത്തിൽ ഇന്ന് നമുക്ക് ചിന്തിച്ചാൽ വലിയൊരു തമാശയായിട്ട് പോലും തോന്നുന്ന കാര്യങ്ങളും കാരണങ്ങളും കാണിച്ചാണ് ആളുകളെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള റൂൾ ഓഫ് ലോ, നാച്ചുറൽ ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ് ഇത്തരത്തിലുള്ള യാതൊരു പരിഗണനകളും ഇല്ലാതെയാണ് ആളുകളെ അറസ്റ്റ് ചെയ്തതും. അങ്ങനെ അനവധി അറസ്റ്റുകൾ, അത്രയധികം ആളുകളെ അറസ്റ്റ് ചെയ്യുക ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം. പലപ്പോഴും വീടുകളിൽ രാത്രി ഇടിച്ചു കയറിയ ആളുകളെ അറസ്റ്റ് ചെയ്യുക, ഹോസ്റ്റലുകളിൽ പോയി വിദ്യാർത്ഥികൾ, വാർഡന്മാരെ ഭീഷണിപ്പെടുത്തി വിദ്യാർത്ഥികളെ ഒന്നടങ്കം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, കോളേജുകളിൽ കയറി ചെന്ന വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് വേണ്ട, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രതികരിച്ചുവോ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുക എന്നൊരു പോളിസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയധികം ഈ അറസ്റ്റുകളെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന കേസിന്റെ വിഷയവും ഇതാണ്. അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന മറ്റു പല മാറ്റങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാൻ ഈ അറസ്റ്റുകളെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഹേബിയസ് കോർപ്പസ് കേസിലേക്ക് സംഭവങ്ങളെ നയിച്ചത് ഇത്തരത്തിൽ നടന്ന, വേണമെങ്കിൽ ക്രൂരം, പൈശാചികം എന്നൊക്കെ വാക്കുകൾ ഉപയോഗിക്കാവുന്ന ഒരുതരം നരനായാട്ടാണ്. ഇനി ഞാൻ കേസിലേക്ക് വരാം. ഇത് ഇത്രയും അതിന്റെ പശ്ചാത്തലമാണ്. ഇനി 1975 ജൂൺ 26 ഇന്ത്യ അറിഞ്ഞു
അതായത് ആദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആ സംഭവം അറിയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ അനവധി പേരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തവരിൽ ചില പേരുകൾ ഞാൻ പറയാം. ബാംഗ്ലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്ത അടൽ ബിഹാരി വാജ്പേയി, LK അഡ്വാനി, പിന്നെ ഇവർ രണ്ടുപേരും പ്രധാനമായിട്ടും ജനസംഘത്തിന്റെ ആളുകളാണ്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആളുകളായിരുന്നു. പിന്നെ അതല്ലാതെ പിന്നെയും അറസ്റ്റുകൾ നടന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത ആളുകളിൽപ്പെട്ട ആളുകളാണ് സുബ്രഹ്മണ്യം സ്വാമി, പിന്നെ SN മിശ്ര, അദ്ദേഹം കോൺഗ്രസ് Oന്റെ ആളാണ്, പിന്നെ മധു ദന്തവതെ, അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളായിരുന്നു. ഇവരെ മാത്രമല്ല അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവർ അന്ന് തന്നെ ആളുകൾ അറിയുന്ന ആളുകളായതുകൊണ്ട് ഇവരെ രാവിലെ അറസ്റ്റ് ചെയ്യുകയും ഇവരെ അറസ്റ്റ് ചെയ്ത വിവരം വൈകുന്നേരം മാത്രം മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്തു. ബാംഗ്ലൂരിൽ വെച്ചാണ് ഈ അറസ്റ്റ് നടന്നത്. അതിനെ തുടർന്ന് ബാംഗ്ലൂരിലത്തെ ലോയേഴ്സ് യൂണിയൻ, പെർട്ടിക്കുലർലി ബാർ അസോസിയേഷൻ, അതിനെതിരെ സീരിയസ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് കൂടുകയും അതിനെതിരെ അവരൊരു റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്തു. ഇത് നിയമപരമായിട്ടുള്ള ഒരു അറസ്റ്റ് അല്ല എന്ന് കാണിച്ചുകൊണ്ട്. അന്ന് വളരെ യങ് ലോയേഴ്സ് ആയിരുന്ന ബാംഗ്ലൂർ ബാർ അസോസിയേഷനിലെ വളരെ യങ് ലോയേഴ്സ് ആയിരുന്നു. ഞാനിപ്പോ അവര് യങ് ലോയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ പിന്നീട് ഇവരുടെയൊക്കെ പേരുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. സന്തോഷ് ഹെഗ്ഡെ, രമ ജോയ്സ് ആൻഡ് NM ഖട്ടാട്ടെ ഡൽഹിയിൽ നിന്ന് ജോയിൻ ചെയ്തത്. ഇവരെന്ത് ചെയ്തു? ഇവര് പിറ്റേ ദിവസം ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ, കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആർട്ടിക്കിൾ 32 പ്രകാരം ഇന്ത്യയിലെ പൗരന്മാർക്ക് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ കോടതിയെ സമീപിക്കാൻ കോടതി തന്നെ അല്ലെങ്കിൽ ഭരണഘടന തന്നെ കൊടുക്കുന്ന അടുത്ത മൗലിക അവകാശമാണ് ഈ റിട്ടുകൾ. അതിൽ ആദ്യത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം ഹാവ് ദ ബോഡി എന്നാണ്. അതായത് ഇല്ലീഗലായിട്ട് ആരെങ്കിലും തടങ്കലിൽ വെക്കുകയാണെങ്കിൽ അവരെ വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കോടതിയിൽ കൊടുക്കുന്ന ഒരു റിട്ട് പെറ്റീഷനാണ് ഹേബിയസ് കോർപ്പസ്. അപ്പൊ അങ്ങനെ ഹേബിയസ് കോർപ്പസ് കോടതിയിൽ ഫയൽ ചെയ്തു. കാരണം ഇതാണ് കാണിച്ചത്: ഒന്ന്, നാഷണൽ എമർജൻസി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അതിന്റെ ആവശ്യമില്ല. അത് മാത്രവുമല്ല, അത് പാർലമെന്റ് സെഷനിൽ ഇല്ലാത്ത സമയത്ത് ക്യാബിനറ്റിന്റെ അപ്രൂവൽ കൂടാതെ നടന്നതാണ്. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. രണ്ടാമത്, ഇനി മിസ പ്രകാരം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും കൃത്യമായിട്ടുള്ള കാരണം അവരെ ബോധിപ്പിക്കണം. കാരണങ്ങൾ ബോധിപ്പിക്കാതെ നടന്ന അറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ അറസ്റ്റ് ഇല്ലീഗൽ ആണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ റിട്ട് ഫയൽ ചെയ്തത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയധികം ആളുകളെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്? അപ്പൊ 1975 ജൂൺ 20, ഞാൻ ഈ ഡേറ്റ് എടുത്തെടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഡേറ്റുകൾക്കൊക്കെ നല്ല പ്രാധാന്യമുണ്ട്. 26-ാം തീയതിക്ക് ശേഷം ജൂൺ 27-ാം തീയതി പുതിയൊരു ഓർഡിനൻസ് കൊണ്ടുവരികയാണ്. അതായത് മിസ പ്രകാരമുള്ള അറസ്റ്റുകൾക്ക് കാരണം കാണിക്കേണ്ട ആവശ്യമില്ല. പുതിയ ഓർഡിനൻസ് ആണ്. സത്യത്തിൽ ഒരു സീരീസ് ഓഫ് ഓർഡിനൻസസ് ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഓരോ ഓർഡിനൻസും കൂടുതൽ നാരോ ആക്കി വരികയായിരുന്നു അതിന്റെ പ്രൊവിഷൻസ്. അതായത് പിന്നീട് ഓരോ ഓർഡിനൻസും കൊണ്ടുവരുമ്പോൾ മാത്രമല്ല, അതിൽ ഏറ്റവും അവസാനം കൊണ്ടുവന്ന ഓർഡിനൻസ് പറയുന്നത് മിസ പ്രകാരം ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഒരു കാരണവും കാണിക്കേണ്ട ആവശ്യമില്ല. മിസ പ്രകാരം നടക്കുന്ന അറസ്റ്റുകളിൽ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, മിസ പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാൾക്ക് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശവും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ ഓർഡർ വഴി ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 22, തുല്യതയ്ക്കുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, പിന്നെ ഇല്ലീഗലായി അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാനുള്ള അവകാശം, ഈ എല്ലാ അവകാശങ്ങളും നൽകുന്ന ഈ 3 ആർട്ടിക്കിൾസും സസ്പെൻഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു ഏറ്റവും അവസാനത്തേത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാംഗ്ലൂർ ഹൈക്കോടതി ഈ ഹേബിയസ് കോർപ്പസ് കേസിൽ വിധി കേൾക്കുകയും ഈ ഓർഡറുകൾ ഇൻക്ലൂഡിംഗ് ദ എമർജൻസി ഇല്ലീഗൽ ആണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് വിധിക്കുകയും ചെയ്തു. കോടതി പറഞ്ഞ കാരണങ്ങൾ ഇതാണ്. ഒന്നാമത്, ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ ഇന്ത്യയിലെ ഒരു കോടതിക്കും ഒരു ഭരണഘടനാ സ്ഥാപനത്തിനും അവകാശമില്ല. അങ്ങനെ ഒരു എമർജൻസി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ എമർജൻസി തന്നെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇപ്പൊ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഞാൻ ഈ കേസ് നടന്നു എന്ന് പറയുമ്പോൾ സമാനമായ കേസുകൾ ഇന്ത്യയിലെ നിരവധി ഹൈക്കോടതികളിൽ അതേ സമയം സമർപ്പിക്കപ്പെട്ടിരുന്നു. ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ട എത്രയോ അധികം ആളുകൾക്ക് വേണ്ടി ഇന്ത്യയിലെ നിരവധി ഹൈക്കോടതികളിൽ ഇതേപോലെ ഹേബിയസ് കോർപ്പസ് കേസുകൾ ഫയൽ ചെയ്യപ്പെടുകയും ഏതാണ്ട് 10ഓളം ഹൈക്കോടതികൾ
എമർജൻസി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നും മിസ പ്രകാരം ഇത്തരത്തിൽ നടക്കുന്ന എല്ലാ അറസ്റ്റുകളും ഇല്ലീഗൽ ആണ് എന്നും പറഞ്ഞു. ഈ കേസ് ഞാൻ എടുത്തപ്പോ വീണ്ടും വീണ്ടും വായിച്ചപ്പോ, പഠിക്കുന്ന കാലത്ത് വായിച്ചിട്ടുണ്ട്, ഇപ്പൊ വീണ്ടും വീണ്ടും വായിച്ചപ്പോ എനിക്ക് അഭിമാനം തോന്നി. കാരണം അത്രയധികം സമ്മർദ്ദം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ പോലെയല്ല, അന്ന് കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും കാര്യങ്ങൾ പലരും അറിഞ്ഞിരുന്നില്ല. എന്ന് മാത്രമല്ല, ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഇന്ത്യയിലെ അഭിഭാഷക സമൂഹം ഇന്ന് ചിന്തിക്കുമ്പോൾ പോലും എനിക്ക് അഭിമാനം തോന്നുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പൊരുതിയത് എന്നത് എനിക്ക് പേഴ്സണലി വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ 10ഓളം ഹൈക്കോടതികൾ നാഷണൽ എമർജൻസി ഇല്ലീഗലാണ് എന്ന് ഡിക്ലെയർ ചെയ്തു. അക്കൂട്ടത്തിൽ ഒന്ന് മധ്യപ്രദേശ് ഹൈക്കോടതിയായിരുന്നു. ആ കേസിന്റെ പേരാണ് ശിവകാന്ത് ശുക്ല വേഴ്സസ് ADM ജബൽപൂർ. അതാണ് പിന്നീട് ഒന്നിച്ച് ഹേബിയസ് കോർപ്പസ് കേസ് എന്ന് അറിയപ്പെട്ടത്. ഇനി എന്തുണ്ടായി? ഈ 10 ഹൈക്കോടതികളിലും ഗവൺമെന്റ് അപ്പീലിന് പോയി സുപ്രീം കോടതിയിൽ. അപ്പൊ ഈ 10 ഹൈക്കോടതികളിൽ നിന്നും വന്ന ഹേബിയസ് കോർപ്പസ് കേസുകളെ ഒന്നിച്ച് ആണ് സുപ്രീം കോടതി പരിഗണിച്ചത്, ഒരൊറ്റ കേസായിട്ട്. ഇനിയാണ് സംഭവങ്ങളുടെ യഥാർത്ഥ നാടകീയത ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ അഭിഭാഷക സമൂഹം ഒന്നടങ്കം, അഭിഭാഷകർ എന്ന് ഞാൻ പറയുമ്പോൾ ലോയേഴ്സ് ഇൻ ബാർ ആൻഡ് ബെഞ്ച്, എല്ലാ തരത്തിലുള്ള അഭിഭാഷകരും നിയമജ്ഞരും നിയമവിദ്യാർത്ഥികളും ഒന്നടങ്കമാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളെ അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. കാരണം അന്ന് എല്ലാവർക്കും അറിയായിരുന്നു, നിയമം പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, കേശവാനന്ദ ഭാരതി കേസിന്റെ ജഡ്ജ്മെന്റ് വന്നിട്ട് അത്രേ ആയിട്ടുള്ളൂ. അന്ന് ബെഞ്ചിൽ എന്താണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്നതുകൊണ്ട് തന്നെ സത്യത്തിൽ അന്നത്തെ ഒരു ടെൻഡൻസി അങ്ങനെയായിരുന്നു. അതായത് ഗവൺമെന്റിന് ഫേവർ ആയിട്ട് ജഡ്ജ്മെന്റ് തരുന്ന ജഡ്ജസിനെ മാത്രം എടുത്തുകൊണ്ട് ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി അന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതാണ് സംഭവിക്കാൻ പോണത് സുപ്രീം കോടതിയിലായിരുന്നു. അതിനെതിരെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുള്ള അഭിഭാഷകർ ചെയ്ത ഒരു കാര്യം, എല്ലാ ബാർ അസോസിയേഷനുകളിൽ നിന്നും ടെലഗ്രാംസ് പോയി ചീഫ് ജസ്റ്റിസിന്. ആയിരക്കണക്കിന് ടെലഗ്രാംസ് പോയി. അന്ന് ഇമെയിൽ ഒന്നുമില്ല, ഫേസ്ബുക്കിൽ ടാഗ് ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാവരും ടെലഗ്രാം അയച്ചു ചീഫ് ജസ്റ്റിസിന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്താണ് ആവശ്യം? അതായത് ഹേബിയസ് കോർപ്പസ് കേസിൽ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സീനിയോറിറ്റി പരിഗണിക്കണം. ഇത് മാത്രം. ആയിരക്കണക്കിന് ടെലഗ്രാംസ് ആണ് അന്ന് പോയത്. എന്തായാലും ജസ്റ്റിസ് റേ, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് റേ തീർച്ചയായിട്ടും ഇത് പരിഗണിച്ചു. അദ്ദേഹം ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് സീനിയോറിറ്റി അനുസരിച്ച് തന്നെയാണ്. ഇനി ഈ കേസ് തുടങ്ങുമ്പോൾ ബെഞ്ചിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലേ? ജസ്റ്റിസ് റേ, അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് റേ, പിന്നെ ജസ്റ്റിസ് ഭഗവതി, ജസ്റ്റിസ് ബേഗ്, പിന്നെ ജസ്റ്റിസ് ഖന്ന, ജസ്റ്റിസ് YV ചന്ദ്രചൂഡ്. സത്യത്തിൽ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കാരണം ജസ്റ്റിസ് ഭഗവതി, ജസ്റ്റിസ് ചന്ദ്രചൂഡ്, ജസ്റ്റിസ് ഖന്ന ഇവർ 3 പേരും എല്ലാ കാലത്തും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലനിന്നിട്ടുള്ള ആളുകളാണ് എന്നതുകൊണ്ട് തന്നെ തടങ്കലിൽ കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി അവർ നിലകൊള്ളും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ജസ്റ്റിസ് ബേഗ് ആൻഡ് ജസ്റ്റിസ് റേ എന്തായാലും ഗവൺമെന്റിന് ഫേവറായിട്ട് ജഡ്ജ്മെന്റ് എഴുതുള്ളൂ എന്നും എല്ലാവർക്കും അറിയാം. എന്തായാലും അത്ര ചരിത്ര പ്രധാനമായ ഈ വിധി 1975 ഡിസംബർ 15-ാം തീയതിയാണ് വാദം കേൾക്കാൻ ആരംഭിച്ചത്. 37 വർക്കിംഗ് ഡേയ്സ്, 37 വർക്കിംഗ് ഡേയ്സിൽ ഇതിന്റെ വാദം തുടർന്നു അത്രേ. അതായത് ഫെബ്രുവരി അവസാനം വരെ, ഫെബ്രുവരി 25-ാം തീയതി 1976 വരെ ഇതിന്റെ വാദം ദിവസേന തുടർന്നു. എന്ന് മാത്രമല്ല, അടിയന്തരാവസ്ഥയായിരുന്നിട്ടും പത്രങ്ങൾക്കൊക്കെ സെൻസർഷിപ്പ് ഉണ്ടായിരുന്നിട്ടും അവിടെ നടന്ന വാദങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. നോക്കൂ, ഇന്ത്യ മുഴുവൻ നോക്കി നിന്നു ആ 37 ദിവസം സുപ്രീം കോടതിയിൽ എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ആ 37 ദിവസങ്ങളിൽ ഒരു ദിവസമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജസ്റ്റിസ് ഖന്ന നീരേന്ദ്രയോട് ചോദിക്കുകയാണ്, അതായത് നിങ്ങൾ പറയുന്നു എമർജൻസി ഡിക്ലെയർ ചെയ്താൽ മൗലികാവകാശങ്ങൾ നിലനിൽക്കുകയില്ല എന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി നടത്തുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേഷൻ പോലും ചോദ്യം ചെയ്യപ്പെടാതെ പോകുമോ? നീരേന്ദ്ര പറഞ്ഞത് ഇങ്ങനെയാണ്, ഇറ്റ് ഹേർട്സ് മൈ കോൺഷ്യൻസ്, ഇറ്റ് മേ ഹേർട്ട് യുവേഴ്സ്, ബട്ട് ദർ ഇസ് നോ റെമഡി മൈ ലോർഡ്. എന്തായാലും കോടതിയുടെ മുമ്പിൽ വന്ന ചോദ്യം ഇതായിരുന്നു, അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യുക വഴി ഗവൺമെന്റിന്
ഫണ്ടമെന്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള സാധാരണ പൗരന്റെ അവകാശം ഭരണഘടനയ്ക്ക് പുറത്തുള്ളതാണോ അതോ അകത്തുള്ളതാണോ? ഭരണഘടന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ അവകാശങ്ങൾ സാധാരണ മനുഷ്യർക്ക് ഉണ്ടായിരിക്കേണ്ടേ എന്നതാണ് കോടതി ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഇഷ്യൂ. 37 ദിവസം ആർഗ്യുമെന്റ് നീണ്ടു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോ എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളും അവർ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ഫെബ്രുവരി അവസാനം വരെ വാദം കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഗവൺമെന്റിന് വേണ്ടി വാദിച്ചിരുന്നവർ ആരൊക്കെയാണ്? അറ്റോർണി ജനറൽ നീരേൻ ദേ, അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്ന VP രാമൻ, പിന്നെ അഡ്വക്കേറ്റ് ജനറൽസ് ഓഫ് കേരള ആൻഡ് മഹാരാഷ്ട്ര. ഇവർ 4 പേരാണ് ഗവൺമെന്റിന് വേണ്ടി ഹാജരായത്. ഇനി തടങ്കലിൽ കിടന്ന ആളുകൾക്ക് വേണ്ടി ഹാജരായവർ ആരാന്നറിയണ്ടേ? ഈ പേരുകൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കിത് പറയാൻ ഇത്ര സന്തോഷം. അഡ്വക്കേറ്റ് ശാന്തി ഭൂഷൺ, അഡ്വക്കേറ്റ് സോളി സോറാബ്ജി, അഡ്വക്കേറ്റ് VM തർക്കണ്ഡെ, അനിൽ ദിവാൻ, രാംജത്ത് മലാനി ആൻഡ് CK ദഫ്തറായി. പിന്നെയും ഉണ്ടായിരുന്നു ആളുകൾ. ഇത്രയും ആളുകളുടെ പേരുകൾ എന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്തായാലും കോടതിക്ക് മുമ്പിൽ ഇവരൊക്കെ വെച്ച ഒരു വാദം ഇതാണ്: ഭരണഘടന ഉണ്ടാവുന്നതിന് മുമ്പും മൗലികാവകാശങ്ങളുണ്ട്. മൗലികാവകാശം ഇന്ത്യയുടെ മണ്ണിലുള്ളതാണ്. പ്രധാന വാദഗതി ഇതാണ്: മൗലികാവകാശങ്ങളുണ്ട്, ഭരണഘടന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. നാളെ ഒരു ദിവസം ഈ ഭരണഘടന മുഴുവൻ ഇല്ലാതെ ആയാലും സാധാരണ മനുഷ്യർക്ക് നാച്ചുറൽ ജസ്റ്റിസ്, റൂൾ ഓഫ് ലോ എന്നതൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണ്. ഏത് അടിസ്ഥാനപരമായ ഗവൺമെന്റ് ഫോർമേഷനിലും നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ടാവേണ്ടതാണ്, ഉള്ളതാണ്. അതിനെ മറികടക്കാൻ ഒരു ഭരണഘടനയ്ക്കും ഒരു നിയമ സംവിധാനത്തിനും കഴിയുകയില്ല എന്നായിരുന്നു അവിടെ നടന്ന വാദം. എന്തെങ്കിലും ആവട്ടെ, വിധി എന്താണ് എന്നതല്ലേ പ്രശ്നം. അതെ, ഏപ്രിലാണ്, അതായത് ഫെബ്രുവരിക്ക് ശേഷം ഏപ്രിലേക്ക് വാദം കേൾക്കാൻ വേണ്ടി വെച്ച വിധി. ഏപ്രിലിൽ വിധി പറഞ്ഞപ്പോ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടാണ് ആ വിധി പുറത്തു വന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അപ്ഹോൾഡ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ച ജസ്റ്റിസ് ഭഗവതി, ജസ്റ്റിസ് YV ചന്ദ്രചൂഡും അത് ചെയ്തില്ല. ജസ്റ്റിസ് റേ, ജസ്റ്റിസ് ബെഗ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഗവൺമെന്റിന് ഫേവർ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എഴുതി. നട്ടെല്ല് നിവർത്തി നിന്നത് ജസ്റ്റിസ് ഖന്ന മാത്രമായിരുന്നു. അദ്ദേഹം തന്റെ ഡിസെൻഡിങ് ജഡ്ജ്മെന്റ് വേറിട്ട് എഴുതി. സത്യത്തിൽ 5 ജഡ്ജിമാരും 5 ജഡ്ജ്മെന്റാണ് എഴുതിയത്, ഒരൊറ്റ ജഡ്ജ്മെന്റ് ആയിരുന്നില്ല അത്. 5 പേരും വേറിട്ട് എഴുതിയ 5 ജഡ്ജ്മെന്റുകളിൽ 4 ജഡ്ജിമാരും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണ പൗരന് മൗലികാവകാശങ്ങൾ ഒന്നുമില്ല എന്ന് എഴുതി വെച്ചു. ധീരതയോടുകൂടി ജസ്റ്റിസ് ഖന്ന പറഞ്ഞു, ഭരണഘടന ഉണ്ടാവുന്നത് അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഭരണഘടന ഉണ്ടായതുകൊണ്ട് അവകാശങ്ങൾ ഉണ്ടാവുകയല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ there in the soil of India. In order to manifest them, we have created the constitution. വളരെ മനോഹരമായി എഴുതിയ ആ ജഡ്ജ്മെന്റ്, അതിന് വളരെയധികം പിഴ കൊടുക്കേണ്ടി വന്നു ജസ്റ്റിസ് ഖന്ന സ്വന്തം ഔദ്യോഗിക ജീവിതത്തിൽ പിന്നീട്. എന്തായാലും ബാക്കി 4 പേരും എന്തുകൊണ്ട് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തു എന്ന ചോദ്യം നമുക്ക് അവിടെ വിടാം. ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. അവർ ഭയം കൊണ്ടായിരുന്നിരിക്കാം പ്രധാനമായിട്ടും. കാരണം ഈ കേസ് കാണിക്കുന്നത് അത്രയധികം ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പില് ജനാധിപത്യ സംവിധാനങ്ങൾ എങ്ങനെ തകർന്നു പോകുന്നു എന്നത് തന്നെയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത ദിവസം ആയിരുന്നു ഈ ഹേബിയസ് കോർപ്പസ് വിധി വന്നത് എന്ന് പറയാം. പക്ഷെ അത് കാണിച്ചു തരുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഗ്രാൻവിലി ഓസ്റ്റിൻ പറയുന്നത്, നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ ഇതേപോലെ ഓട്ടോക്രാറ്റിക് സെറ്റപ്പ് നിലനിന്ന മറ്റ് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ലോയേഴ്സ് എങ്ങനെയാണ് ഇത്രയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ, കോർ വാല്യൂസിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഓട്ടോക്രസിയെ എങ്ങനെ അവർ റെസ്ട്രെയിൻ ചെയ്തു എന്നതിന്റെ മനോഹരമായിട്ടുള്ളൊരു തെളിവാണ് ഈ കേസും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ. എന്തെങ്കിലും ആവട്ടെ, ജസ്റ്റിസ് ഖന്ന പിഴ കൊടുക്കേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് ആവാൻ പറ്റിയില്ല, അദ്ദേഹത്തിനെ സൂപ്പർസീഡ് ചെയ്തു. പിന്നീട് പബ്ലിക്കായി ഒരു യോഗത്തിൽ ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് പറഞ്ഞു, ഞാനന്ന് ചെയ്തത് തെറ്റായി പോയി, എനിക്കന്ന് ധൈര്യം ഉണ്ടായിരുന്നില്ല. ജസ്റ്റിസ് ഭഗവതിയും സമാനമായ ഒരു കമന്റ് പറയുകയുണ്ടായി. എന്തെങ്കിലും ആവട്ടെ, അടിയന്തരാവസ്ഥയിൽ നിയമമാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇന്ത്യൻ ജുഡീഷ്യറി
ഒന്നും ചെയ്തില്ല. അതവിടെ നിൽക്കട്ടെ. അത് പറയുമ്പോൾ അതിന്റെ കൂടെ ചിലത് കൂടി പറയണം എന്ന് എനിക്ക് തോന്നുന്നു. അടിയന്തരാവസ്ഥയെ കുറിച്ച് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, പല പുസ്തകങ്ങളിൽ നിന്നായി, പലരും പറഞ്ഞതായി, പല പത്രങ്ങളുടെ പഴയ താളുകളിൽ നിന്ന്. പക്ഷെ ഇതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഞാൻ അടിയന്തരാവസ്ഥയെ കുറിച്ച് കേട്ടതും അറിഞ്ഞതും എന്റെ അമ്മ പറഞ്ഞിട്ടാണ്. അടിയന്തരാവസ്ഥ സാധാരണ ജനങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്? തുടക്കത്തിലൊന്നും ആരും അതിനെ എതിർത്തില്ല അത്രേ. കാരണം ആളുകൾക്ക് തോന്നി വണ്ടികൾ കൃത്യസമയത്ത് ഓടുന്നു, സ്കൂളുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നു. ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്, സമരങ്ങളില്ല. കേരള ജനത ആദ്യത്തിലൊക്കെ അതിനെ ആക്സെപ്റ്റ് ചെയ്തു അത്രേ. എന്നാൽ പതുക്കെ പതുക്കെ അത്രയധികം സെൻസർഷിപ്പ് ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള, അതായത് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ കാര്യങ്ങള് ഭയങ്കരമായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ നായാട്ട് തന്നെയായിരുന്നു നടക്കുന്നത്. വളരെയധികം ആളുകൾ മരിച്ച കാര്യം പലർക്കും അറിയാൻ തന്നെ പറ്റിയില്ല. ഇതൊക്കെ പതുക്കെ പതുക്കെ ആണെങ്കിലും എഴുതി പകർത്തിയ ലഘുലേഖകളിലൂടെ വീടാന്തരം എങ്ങനെയാണ് ഈ ഇൻഫോർമേഷൻ പാസ്സായത് എന്ന് എന്റെ അമ്മ പറയാറുണ്ട്. അമ്മ ഇതുകൂടി പറയാറുണ്ട്, അതായത് അടിയന്തരാവസ്ഥ മിസസ് ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ വലിയൊരു മണ്ടത്തരമായിരുന്നു. കാരണം ഉപജാപക വൃന്ദത്തിനിടയിൽ പെട്ടുപോയി അവർ. അമ്മ പറയുന്നത് തൊട്ടു മുമ്പ് വരെ പ്രിയദർശിനിയായിരുന്ന ഇന്ദിര എങ്ങനെയാണ് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മഹിഷാസുരമർദ്ദിനിയായി മാറിയത്? അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. എന്തായാലും ഇന്ദിരാഗാന്ധിക്കും അതിന്റെ പിഴ കൊടുക്കേണ്ടി വന്നു. അതെന്തെങ്കിലും ആവട്ടെ. ഞാൻ പറഞ്ഞുവല്ലോ, എന്റെ വളർച്ചയുടെ പല ഘട്ടത്തിലും ഇത്തരത്തിൽ അടിയന്തരാവസ്ഥയുടെ നേർക്കാഴ്ചകൾ, ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ കുറിച്ച് കൃത്യമായ നിരീക്ഷണവും വ്യക്തമായ അഭിപ്രായവും ഉണ്ടായിരുന്ന എന്റെ അമ്മ എന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. അത് പറയുമ്പോഴൊക്കെ അമ്മ പറയാറുള്ള ഒരു കാര്യം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമാണ് നാഷണൽ എമർജൻസി ഉണ്ടായത്, ഇനി അതുണ്ടാവുകയുമില്ല എന്ന്. കാരണം എമർജൻസി സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്തു പേഴ്സണൽ ലിബർട്ടി എത്ര വിലപ്പെട്ടതാണ് എന്ന്. അമ്മ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പറയാറ്, ഇനി ഒരിക്കലും ഒരു എമർജൻസി ഉണ്ടാവുകയില്ല എന്ന്. 2015 ഞങ്ങളെയൊക്കെ അമ്മ വിട്ടുപോകുന്നത് വരെ എമർജൻസി ഉണ്ടായിട്ടില്ല. ഇന്ന് 2020 ഇരുന്ന് അതേ ഉറപ്പോടെ നമുക്ക് പറയാൻ സാധിക്കുമോ ഇനി ഒരിക്കലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു എമർജൻസി ഉണ്ടാവുകയില്ല എന്ന്? ചോദ്യം അവിടെ നിൽക്കട്ടെ, ഉത്തരങ്ങളും ഉണ്ടാവട്ടെ. ചർച്ച നമുക്ക് തുടരാം.